ദൈവനാമത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അനേക പഠനങ്ങൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. അങ്ങനെയിരിക്കെ ഇനി മറ്റൊരു പഠനത്തിൻ്റെ ആവശ്യമെന്തെന്ന ചോദ്യം പ്രസക്തമാണ്. ഈ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും അധികം താമസിയാതെ തന്നെ അതിന് ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സർവജ്ഞാനിയായ ദൈവത്തിലും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലും സഭയുടെ കാര്യസ്ഥനും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നവനുമായ പരിശുദ്ധാത്മാവിനും ആശ്രയിച്ച് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ക്ലാസിൻ്റെ വിജയത്തിന് ആവശ്യമാണെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയിൽ 2-3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ക്ലാസ്സുകൾ മുടങ്ങാതെ കേൾക്കുവാനും യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ ഗ്രഹിക്കുവാനും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗ്യാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പുസ്തകത്തിൻ്റെ ഉൾപേജുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, സ്നേഹവാനും കരുണാസമ്പന്നനുമായ ദൈവം തൻ്റെ കൃപയാൽ വീണുപോയ മനുഷ്യവർഗത്തെ സ്വപുത്ര മുഖാന്തരം വീണ്ടെടുത്ത് രക്ഷിക്കുന്നു. സകല മനുഷ്യരും ഇതറിയേണ്ടതിന് തൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇത് പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഈ പ്രകാശനത്തിൻ്റെ പൂർണ്ണതയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. സകലത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനും നേതാവുമായ ദൈവം വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ പുത്രൻ മുഖാന്തരം മറനീക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം. പുതിയ നിയമത്തിൽ അനേക പ്രവചനങ്ങളുണ്ടെങ്കിലും ഒരു പ്രവചന ഗ്രന്ഥമെന്ന നിലയിൽ ഇത് മാത്രമേ ഉള്ളൂ. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളുടെ രൂപസാദൃശ്യത്തിൽ തന്നെയാണ് ഇതും എഴുതപ്പെട്ടിരിക്കുന്നത്. എഹെസ്കേൽ, ദാനിയേൽ, സക്കറിയ തുടങ്ങിയ പല പുസ്തകങ്ങളിലും വിവരിച്ചിരിക്കുന്ന പ്രവചനങ്ങളിൽ വേരൂന്നിയാണ് വെളിപാട് പുസ്തകം നിൽക്കുന്നത്. ഉൽപ്പത്തി മുതലുള്ള തിരുവചന ഭാഗങ്ങളുടെ സ്വാധീനം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഏദനിൽ മനുഷ്യന് നഷ്ടപ്പെട്ട പറുദീസയും ജീവവൃക്ഷവും മനുഷ്യവർഗത്തിന് നിത്യമായും തിരിച്ചിരുവയ്ക്കുന്ന മനോഹരമായ ചിത്രത്തോടെ ഈ പ്രവചന ഗ്രന്ഥം ഉപസംഹരിക്കുന്നു. പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിൽ യോഹന്നാനുണ്ടായ വെളിപ്പാട്, ഇംഗ്ലീഷിൽ റെവലേഷൻ ഓഫ് ജോൺ, മൂലഭാഷയായ ഗ്രീക്കിൽ അപ്പോകലിപ്സിസ് യുവാനോ എന്നാണ്. അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അനാവരണം ചെയ്ത് കാണിക്കുക, മറനീക്കി കാണിക്കുക, തിരശ്ശീല നീക്കി കാണിക്കുക എന്നൊക്കെയാണ്. തുല്യമായ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, അപ്പോകലിപ്സ്. അർത്ഥം പറഞ്ഞിരിക്കുന്നത് മഹാദുരന്തം, സമ്പൂർണ്ണനാശം, വെളിപ്പാട് പുസ്തകം എന്നൊക്കെയാണ്. പുസ്തകം ആരംഭിക്കുന്നത് യേശുക്രിസ്തു ഒരു വെളിപ്പാട്, അപ്പോകലിപ്സിസ് ഈശോ ക്രിസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഗ്രന്ഥത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പേര്. കാരണം ഇത് യേശുക്രിസ്തുവിൽ നിന്നുള്ള വെളിപ്പാടാണ്. ക്രിസ്തു മുഖാന്തരം ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടെ സമാപ്തി കുറിക്കുന്നതുമായ വീണ്ടെടുപ്പിൻ പദ്ധതിയെപ്പറ്റിയുള്ള പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ 4 വ്യത്യസ്ത വീക്ഷണഗതികൾ രൂപപ്പെട്ടിട്ടുണ്ട്.
ഒന്നാമത്തേത് സിംബോളിക് വ്യൂ, പ്രതീകാത്മകവാദം. അതായത് വെളിപ്പാട് പുസ്തകം പ്രതീകങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണെന്നുള്ള വാദം. രണ്ടാമത്തേത് ഹിസ്റ്റോറിക് വ്യൂ, ചരിത്രപരം. ഇത് അനേക ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണെന്നുള്ള വാദം. മൂന്നാമത്തേത് പ്രിറ്റേസ്റ്റ് വ്യൂ, ഭൂതകാല സംഭവങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണെന്നുള്ള വാദം. നാലാമത്തേത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ, ഭാവികാല സംഭവങ്ങൾ. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ള വാദം. ഈ വാദഗതികളൊന്നും പൂർണ്ണമായും ശരിയല്ല. കാരണം ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളുമുണ്ടെന്നുള്ളതാണ് വാസ്തവം. പ്രതീകങ്ങൾ ഈ പുസ്തകത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളുണ്ട്, ഭൂതകാല സംഭവങ്ങളും ഭാവികാല സംഭവങ്ങളുമുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയാം. വെളിപ്പാട് പുസ്തകം 1:12-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഇവിടെ ഈ വാക്യത്തിൽ 7 പൊൻനിലവിളക്കുകൾ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൽ 7 എന്ന് പറഞ്ഞ സംഖ്യ പൂർണ്ണതയെ കാണിക്കുന്ന അല്ലെങ്കിൽ തികവിനെ കാണിക്കുന്ന സംഖ്യയായിട്ടാണ് വചനത്തിൽ കൂടുതൽ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റു ചില ഉദാഹരണങ്ങൾ. 7 നക്ഷത്രങ്ങൾ, 7 പൊൻനിലവിളക്കുകൾ, 7 ദീപപീഠങ്ങൾ, 7 ആത്മാക്കൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വഴിയെ നമുക്ക് ചിന്തിക്കാം. ഇതുകൂടാതെ മറ്റനേകം പ്രതീകങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലത് മാത്രം നമുക്ക് പറയാം. 42 മാസം, 3.5 വർഷം, 1260 ദിവസം, 144,000, 10 ദിവസം, 1000 വർഷം, 2 സാക്ഷികൾ, 666. ഇങ്ങനെ അനേകം. ഈ സംഖ്യകൾ ഓരോന്നും എന്തിനെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് മുമ്പോട്ടുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാം. ഇനി മറ്റു ചില പ്രതീകങ്ങൾ. നമ്മൾ വായിച്ച വാക്യത്തിൽ 7 പൊൻനിലവിളക്കുകൾ എന്ന് നമ്മൾ കണ്ടു. 7 പൂർണ്ണതയുടെ പ്രതീകമാണെന്ന് നാം മനസ്സിലാക്കി. പൊൻനിലവിളക്കുകൾ എന്താണെന്ന് കർത്താവ് തന്നെ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വെളിപ്പാടിൻ്റെ 1:20. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സാക്ഷികളാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് 7 നിലവിളക്ക് 7 സഭകളെ പ്രതീകപ്പെടുത്തുന്നുവെന്നാണ്. മറ്റൊരു പ്രതീകം കൂടെ അവിടെ കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്നാണ്. അപ്പോൾ നിലവിളക്ക് സഭയുടെ പ്രതീകം, നക്ഷത്രം സഭയുടെ ദൂതന്മാരുടെ പ്രതീകം. ഇനിയും അനേകം പ്രതീകങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഉദാഹരണത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞ മുദ്രകൾ, കാഹളങ്ങൾ, കലശങ്ങൾ, കൂടാതെ മൃഗങ്ങൾ, തല, കൊമ്പ്, വെള്ളം, സമുദ്രം, മരുഭൂമി, ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ. ഇനി ചരിത്ര സംഭവങ്ങൾ, ഭൂതകാല സംഭവങ്ങൾ, ഭാവികാല സംഭവങ്ങൾ എല്ലാം നമുക്ക് പുസ്തകത്തിൽ കാണാവുന്നതാണ്. അത് പഠനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അവയൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഒരു വാക്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുന്നു. 9-ാം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്,
തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 10-ാം വാക്യം. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 തല മഹദിയം ബാബിലോൺ എന്ന മഹാവേശ്യയെ ചുമക്കുന്ന മൃഗത്തിൻ്റെതാണെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ മൃഗത്തിൻ്റെ 7 തലയാണ് 7 മലയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് പറയാം. BC 753 റീമസ് റോമൽസ് എന്ന 2 സഹോദരന്മാർ ചേർന്ന് 7 മലകളുടെ മുകളിലായി പണി കഴിപ്പിച്ചതാണ് റോമാ നഗരം. പുരാതന റോമാ നഗരത്തെയാണ് 7 മല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു ചരിത്ര വസ്തുതയും ഭൂതകാല സംഭവമാണല്ലോ. എന്താണ് അവിടെ അർത്ഥമാക്കുന്നതെന്ന് ആ ഭാഗം പഠിച്ചു വരുമ്പോൾ ഞാൻ വിശദീകരിക്കാം. ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നത് അവ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ 7 തല 7 രാജാക്കന്മാരും ആകുന്നു എന്നാണ്. 7 രാജാക്കന്മാർ എന്നത് 7 ലോക സാമ്രാജ്യങ്ങളെയാണ് കാണിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് അവിടെ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. 5 പേർ വീണുപോയി, അതായത് 5 രാജാക്കന്മാർ അല്ലെങ്കിൽ 5 സാമ്രാജ്യ ശക്തികൾ വീണുപോയി, കഴിഞ്ഞുപോയി. യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്ന കാലഘട്ടത്തിന് മുമ്പ് കഴിഞ്ഞുപോയ 5 സാമ്രാജ്യ ശക്തികളെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ. യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. റോമാ സാമ്രാജ്യത്തിന് മുമ്പ് നിലവിലിരുന്ന സാമ്രാജ്യ ശക്തികൾ ഏതൊക്കെയാണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായി. റോമാ സാമ്രാജ്യം മുതൽ ചരിത്രത്തിൽ പിന്നിലേക്ക് നോക്കിയാൽ ഗ്രീക്ക്, മേദ്യ പേർഷ്യ, ബാബിലോൺ, അസീറിയ, ഈജിപ്റ്റ് എന്നീ 5 സാമ്രാജ്യങ്ങളാണ് കാലാകാലങ്ങളിൽ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വീണുപോയ 5 രാജാക്കന്മാർ അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികൾ വന്നുപോയ ക്രമത്തിൽ ഞാൻ പറയാം. ഒന്നാമത്തേത് ഈജിപ്റ്റ്, രണ്ടാമത്തേത് അസീറിയ, മൂന്നാമത്തേത് ബാബിലോൺ, നാലാമത്തേത് മേദ്യ പേർഷ്യ, അഞ്ചാമത്തേത് ഗ്രീക്ക്. നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 5 പേർ വീണുപോയി. അത് ആരാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. യോഹന്നാന്റെ കാലഘട്ടത്തിൽ നിലവിലിരുന്ന സാമ്രാജ്യം റോമാ സാമ്രാജ്യം. അവനാണ് ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൂന്നിരിക്കേണ്ടതാകുന്നു. അന്ന് വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് ലഭിക്കുന്ന ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്ന് വരാനുള്ള രാജാവ് സാമ്രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സാമ്രാജ്യത്തെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേലിൻ്റെ 2-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ രാജാവ് കണ്ട സ്വപ്നത്തിൽ ബിംബത്തിൻ്റെ പൂർണ്ണ രൂപം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ 2:32-33 ഞാൻ വായിക്കുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. വിവിധ തരം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബിംബത്തിൻ്റെ ശിരസ് മുതൽ കാല് വരെയുള്ള ഓരോ ഭാഗങ്ങളും ഓരോ സാമ്രാജ്യ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. 38-ന്റെ അവസാന ഭാഗം പൊന്നുകൊണ്ടുള്ള തല, തിരുമനസ്സുകൊണ്ട് തന്നെ. ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ രാജാവിന് താൻ സ്വപ്നത്തിൽ കണ്ട ബിംബത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് സാഹചര്യം. ബിംബത്തിൻ്റെ പൊന്നുകൊണ്ടുള്ള തല നെബൂഖദ്നേസർ രാജാവ് തന്നെയാണെന്ന് ദാനിയേൽ വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ബിംബത്തിൻ്റെ തല
ബാബേൽ സാമ്രാജ്യത്തെ പ്രതീകപ്പെടുത്തുന്നു എന്ന് ചുരുക്കം. 39 വാക്യം, തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും, അതായത് ബിംബത്തിൻ്റെ പൊന്നുകൊണ്ടുള്ള തലയ്ക്ക് ശേഷം വെള്ളി കൊണ്ടുള്ള നെഞ്ചും കയ്യും, അത് ബാബേൽ സാമ്രാജ്യത്തെക്കാൾ ശക്തി കുറഞ്ഞ മറ്റൊരു രാജ്യത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അത് ബാബിലോണിന് ശേഷം വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യമാണെന്ന് നമുക്കറിയാം. ഇനി സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. ബിംബത്തിൻ്റെ താമ്രം കൊണ്ടുള്ള വയറും അരയും മേദ്യ പേർഷ്യ സാമ്രാജ്യമാണെന്നും അതിനുശേഷം വന്നത് സർവ്വഭൂമിയെയും അടക്കി വാണ അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുമെന്ന് നമുക്കറിയാം. 40 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. ബിംബത്തിൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള തുട, ഇത് ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം വന്ന അതിശക്തമായ റോമ സാമ്രാജ്യമാണെന്ന് നമുക്കറിയാം. യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാമ്രാജ്യം, അല്ലെങ്കിൽ വെളിപ്പാട് 17 10 വാക്യത്തിൽ ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞവൻ. ഇനി മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു നിരിക്കേണ്ടതാകുന്നു. ഈ മറ്റവൻ, അതായത് റോമ സാമ്രാജ്യത്തിന് ശേഷം വരുമെന്ന് പറഞ്ഞ സാമ്രാജ്യം, അത് കണ്ടെത്തുവാനാണ് നാം ദാനിയേൽ 2 ബിംബത്തിലേക്ക് വന്നത്. ദാനിയേൽ 2 41 അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. 2 41, കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ, അതൊരു പിന്നെ രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. അതൊരു പിന്നെ രാജ്യത്വമായിരിക്കും. ഇത് ലോകത്തിൽ നിലവിൽ വരുന്ന ജനാധിപത്യ സംവിധാനത്തെയാണ് കാണിക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. ഇരുമ്പ് പോലെ ശക്തിയുള്ള രാജ്യങ്ങളും ശക്തി കുറഞ്ഞ രാജ്യങ്ങളും നിലനിൽക്കുന്ന ഒരു ക്രമമായിരിക്കും ലോകത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ. ഉദാഹരണത്തിന് അമേരിക്ക, റഷ്യ, ചൈന ഇങ്ങനെയുള്ള തുടങ്ങിയ ശക്തരായ രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശക്തി കുറഞ്ഞ ചെറിയ രാജ്യങ്ങളും നിലവിലുണ്ട്. ഇനി 8ാമതൊരു സാമ്രാജ്യം ഉടലെടുക്കുന്നതുവരെ ഈ ക്രമം ലോകത്തിൽ തുടരുക തന്നെ ചെയ്യും. ആ സാമ്രാജ്യം അധർമ്മമൂർത്തി എന്ന ഏകലോക രാജാവിൻ്റെ കീഴിലുള്ള ഭരണമായിരിക്കുമെന്ന് വചനം വ്യക്തമാക്കുന്നു. ഈ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ഭരണാധികാരിയെക്കുറിച്ചും ധാരാളം നമുക്ക് പഠിക്കുവാനുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് വിടാം. ഇത്രയും നമ്മൾ പറഞ്ഞു വന്നത് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ നിലവിലിരിക്കുന്ന വ്യത്യസ്ത വീക്ഷണഗതികൾ ഒന്നും പൂർണ്ണമായും ശരിയല്ലെന്ന് പറയുവാനാണ്. നമ്മൾ വായിച്ച വചനഭാഗത്ത് പ്രതീകങ്ങൾ നമ്മൾ കണ്ടു. ധാരാളം ചരിത്ര സംഭവങ്ങളും ഭൂതകാല ഭാവികാല സംഭവങ്ങളും നമ്മൾ കണ്ടു. ഇനി ഈ ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരനാരാണ് നോക്കാം. അപ്പോസ്തലനായ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ രചയിതാവെന്ന് ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അംഗീകരിക്കുന്നു. അതിനുള്ള തെളിവുകൾ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള തെളിവുകൾ നമുക്ക് നോക്കാം. യോഹന്നാൻ 1:1, 4, 9, അതുപോലെ 22:8 വെളിപ്പാട് പുസ്തകത്തിലെയാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 1:1 യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. അവിടെ തൻ്റെ ദാസനായ കർത്താവിൻ്റെ ദാസനായ യോഹന്നാൻ എന്ന് അന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരേ ഒരു യോഹന്നാനേ ഉള്ളൂ. അത് ആ കർത്താവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെയാണ്. ഇനി 1:4 വാക്യം, യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത് നോക്കണം.
യോഹന്നാൻ എഴുതുന്നത് ഏഷ്യ മൈനറിലെ 7 സഭകൾക്കാണ്. 1:9 നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ. ഇങ്ങനെ ഒരാളെ വിശേഷിപ്പിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് കർത്താവിൻ്റെ അപ്പസ്തോലനല്ല അല്ലാതെ മറ്റാരുമല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇനി വെളിപ്പാടിൻ്റെ 22:8 ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. അവസാനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ ദർശനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് താൻ തന്നെയാണെന്ന്. ഇനി ബാഹ്യമായിട്ടുള്ള തെളിവുകൾ. സഭാപിതാക്കന്മാരായ ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, തെർത്തുല്യൻ, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിഗൻ, ഹിപ്പോളിറ്റസ് എന്നിവർ അപ്പോസ്തലനായ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം രചിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഐറേനിയസ് യോഹന്നാൻ്റെ ശിഷ്യനായ പോളികാർപ്പിൻ്റെ ശിഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ വ്യക്തമായിട്ടും അറിയാവുന്ന ആളായിരിക്കും. ഇനിയും ഇതിൻ്റെ ഒരു എതിർവാദമുണ്ട്. അപ്പോസ്തലനായ യോഹന്നാനല്ല, മറ്റേതോ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയെന്ന് അവർ വാദിക്കുന്നു. AD 250 അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന ഡയോനീഷ്യസ് ആയിരുന്നു ഇവരിൽ പ്രധാനി. യൂസേബിയസ് എന്ന ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയും അത് ഏറ്റെടുത്ത് വിശദീകരണം നൽകുകയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തുടർന്ന് പലരും ഈ വാദഗതികൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ അവർ ഉന്നയിക്കുന്ന പ്രധാന വാദമുഖങ്ങൾ 2-3 അത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അവർ പറയുന്നത് വെളിപ്പാടിലെ ഭാഷ പ്രാകൃതവും പരുക്കനും വ്യാകരണ പിശകുകൾ കടന്നുകൂടിയിട്ടുള്ളതുമാകുന്നു എന്നാണ്. എന്നാൽ അപ്പോസ്തലൻ്റെ മറ്റു പുസ്തകങ്ങൾ എപ്രകാരമല്ല. അപ്പോൾ രണ്ടാമത് അവർ പറയുന്നത് സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഗ്രന്ഥകാരൻ്റെ പേര് ചേർത്തിട്ടില്ല. എന്നാൽ വെളിപ്പാടിൽ 4 പ്രാവശ്യം പേര് എഴുതിയിരിക്കുന്നു. മൂന്നാമത് അവർ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളുമായി വെളിപ്പാട് പുസ്തകം ആശയപരമായും ശൈലിയിലും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ 3 വിശദീകരണങ്ങളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം പറയുന്നത് അവർ വെളിപ്പാടിലെ ഭാഷ പ്രാകൃതവും പരുക്കനും വ്യാകരണ പിശകുകൾ കടന്നുകൂടിയിട്ടുള്ളതും ആകുന്നുവെന്നാണ്. നമുക്കറിയാം അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് താൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടിരുന്നപ്പോൾ അവിടെ വച്ച് കർത്താവ് ദർശനങ്ങളെ തന്നെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെയാണ് എഴുതിയെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് ആ ഭാഗം നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ നമുക്ക് ഞാനവിടെ വിശദീകരിക്കാം കൂടുതലായിട്ടും. ഇനി രണ്ടാമത് അവർ പറയുന്നത് അവർ പറയുന്ന ഈ വാദം, അതായത് വെളിപ്പാട് പുസ്തകം പത്മോസിൽ വെച്ച് ദർശനങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ആ ഭാഷയിലോ അതിൻ്റെ ശൈലിയിലോ അതുപോലെ തന്നെ വ്യാകരണ നിയമങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ മറ്റ് കൃതികൾ അങ്ങനെയല്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് ഭാഷാശുദ്ധിയോടെ വ്യാകരണ നിയമങ്ങളൊക്കെ നോക്കി എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കൃതികൾ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് 2 കൃതികളും തമ്മിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് യുക്തിരഹിതമാണ്, അല്ലെങ്കിൽ ബാലിശമാണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത് അവർ പറയുന്നത് സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഗ്രന്ഥകാരൻ്റെ പേര് ചേർത്തിട്ടില്ല എന്നാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ 4 പ്രാവശ്യം അപ്പോസ്തലൻ പേര് ചേർത്തിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതിനും ബാലിശമാണ്. കാരണം ഒരാൾ 2 കൃതികളിൽ തൻ്റെ 2 കൃതികളിൽ ഒന്നിൽ തൻ്റെ പേര് രേഖപ്പെടുത്തി എന്ന കാരണത്താൽ രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റേതാകില്ല എന്ന് വരില്ല. ഓർക്കണേ. അപ്പോൾ ഈ വാദവും ഒരിക്കലും നമുക്ക് വാസ്തവത്തിൽ യുക്തി ചേർന്നതല്ല. മൂന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളുമായി വെളിപ്പാട് പുസ്തകം ആശയപരമായും ശൈലിയിലും യോജിക്കുന്നില്ല. ഇതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ വെളിപ്പാട് പുസ്തകം
അതൊരു പ്രവചനമാണ്, പ്രവചന ഗ്രന്ഥമാണ്. അപ്പോൾ തന്നെ അപ്പോക്കലിപ്സിസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശൈലിയും ഭാഷയും ആശയം ഒന്നും വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളുമായിട്ട് യോജിക്കണമെന്ന നിർബന്ധമില്ല. രണ്ടും വ്യത്യസ്തം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം, ഇങ്ങനെ ഇവർ ദുർബലവും ബാലിഷ്യവുമായിട്ടുള്ള ഈ വാദങ്ങൾ നിരത്തിയിട്ട് വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ അല്ല രചിച്ചത് എന്ന് സ്ഥാപിക്കാൻ അവർ നോക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ തമ്മിൽ, വെളിപ്പാട് പുസ്തകവും അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ 1, 2, 3 യോഹന്നാൻ, ഈ ലേഖനങ്ങളും തമ്മിൽ ധാരാളം സാദൃശ്യങ്ങളുണ്ട്. ഇതവർ കണ്ടില്ലെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. വചനങ്ങൾ ആ സ്ക്രീനിൽ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി പരിശോധിക്കാവുന്നതാണ്. യേശു വചനം എന്ന പേരിൽ വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാൻ്റെ മറ്റ് കൃതികളിലുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള താരതമ്യം നിങ്ങൾ ചെയ്യുക. യേശു വചനം എന്ന പേര് യോഹന്നാൻ്റെ 1 യോഹന്നാൻ 1:1, അതുപോലെ തന്നെ വെളിപ്പാടിൻ്റെ 19:13. രണ്ടാമത്തേത് ദാഹിക്കുന്നവൻ വരട്ടെ, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7:37 വാക്യത്തിൽ, വെളിപ്പാടിൻ്റെ 22:17 വാക്യത്തിൽ. 3 കുഞ്ഞാടെന്നുള്ള പ്രയോഗം യോഹന്നാൻ 1:29, 36. വെളിപ്പാട് പുസ്തകത്തിൽ 5:6, 12, 13, 6:1. ഇത് 29 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ഈ കുഞ്ഞാടെന്നുള്ള പ്രയോഗം ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 4 ജീവജലം, ജീവനീരുറവ യോഹന്നാൻ 4:10, 14, 7:38. വെളിപ്പാട് പുസ്തകത്തിൽ 7:17, 21:6, 22:1, 17 ഈ വാക്യങ്ങൾ. 5 മന്ന എന്നുള്ള പ്രയോഗം യോഹന്നാൻ 6:31, വെളിപ്പാട് 2:17. 6 മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം യോഹന്നാൻ 5:27, 6:27, വെളിപ്പാട് 1:13. ഇനിയും ധാരാളമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാദൃശ്യങ്ങൾ അനേകം ഇതിലുണ്ടായിരിക്കെ അവർ യോഹന്നാൻ്റെ അതല്ല വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ പുസ്തകം എഴുതിയ കാലം, ആ കാലഘട്ടം നോക്കാം നമുക്ക്. AD 95-നും 96-നും ഇടയ്ക്കാണെന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതിനുള്ള തെളിവുകൾ യോഹന്നാൻ പത്മോസിലായിരുന്ന സമയത്താണ് അദ്ദേഹം വെളിപ്പാട് പുസ്തകം എഴുതുന്നത്, അല്ലെങ്കിൽ കർത്താവ് ദർശനങ്ങളെ അപ്പോസ്തലനെ കാണിച്ചു കൊടുക്കുന്നത്. അതിന് വെളിപ്പാട് 1:9 നമുക്കത് വായിക്കാം ഇങ്ങനെ: നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അവിടെ വ്യക്തമായിട്ടും താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ആ സമയത്താണ് തനിക്ക് ദർശനങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാട് ലഭിക്കുന്നതെന്ന്. ഇനി ഇതിന് ചില തെളിവുകൾ നമുക്ക് നോക്കാം. റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ്റെ കാലത്താണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ടിരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡൊമീഷ്യൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് AD 81 മുതൽ 96 വരെയുള്ള കാലഘട്ടമാണ്. ഡൊമീഷ്യൻ്റെ 15-ാം വർഷമാണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ടിരുന്നത് എന്ന് യൂസേബിയസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡൊമീഷ്യൻ്റെ 15-ാം വർഷം എന്ന് പറയുമ്പം AD 81 ഡൊമീഷ്യൻ്റെ ഭരണം ആരംഭിച്ചതെങ്കിൽ അതിൻ്റെ 15-ാം വർഷം എന്ന് പറയുമ്പം AD 96 വ്യക്തമാണ്. ഇനി ഡൊമീഷ്യൻ്റെ ഭരണകാലത്തിൻ്റെ അന്ത്യകാലത്താണ് യോഹന്നാന് വെളിപ്പാട് ലഭിച്ചതെന്ന് ഐറീനിയസ് പറഞ്ഞിരിക്കുന്നു. അതും അദ്ദേഹം വളരെ മുമ്പ് നമ്മൾ കണ്ടു, പോളികാർപ്പിൻ്റെ ശിഷ്യനായിരുന്നു ഐറീനിയസ്. പോളികാർപ്പ് യോഹന്നാനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ യോഹന്നാൻ്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു നമുക്കറിയാതെ. അതുകൊണ്ട് ആ വസ്തുതയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് ഐറീനിയസിൻ്റെ ആ പ്രസ്താവന.
ഇതിന് എതിർവാദമുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടമായിരുന്ന 54-68, അവർ പറയുന്നത് 68-ലും 69-ലുമാണ് ആ വെളിപ്പാട് പുസ്തകം എഴുതിയെന്നാണ്, അല്ലെങ്കിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. എന്നാൽ നമുക്കറിയാം, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്തീയ പീഡനം ധാരാളം നടന്നിട്ടുണ്ട്. അത് ശരി തന്നെ, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി, നമുക്കറിയാമത്. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തിയത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണെന്നുള്ളതിന് യാതൊരു രേഖയും ഇല്ല. ഇനി മറ്റൊരു തെളിവ് നമുക്ക് പറയാനുള്ളത്, ഈ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ലവോദിക്ക എന്ന പട്ടണം നിലവിലില്ല. അത് ഭൂകമ്പത്താൽ നേരത്തെ നശിച്ചു പോയിരുന്നു, പുനഃസൃഷ്ടി നടത്തിയിട്ടില്ല അതുവരെ. അപ്പോൾ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ലവോദിക്ക ഉണ്ട്. നമുക്കറിയാം, ലവോദിക്ക സഭയ്ക്ക് എഴുതുക, ദൂതനെ എഴുതുക എന്ന് സഭയ്ക്കുള്ള ദൂതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ലവോദിക്ക ഉണ്ട്, അവിടെ സഭയുമുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇനിയും ഇതെഴുതിയ സ്ഥലം മുമ്പ് നമ്മൾ കണ്ടു. അപ്പോസ്തലൻ പത്മോസിലായിരുന്ന സമയത്താണ് ഇതെഴുതിയത് എന്ന് മുമ്പ് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുകയും ചെയ്തു. ഇതിനും ഒരു എതിർവാദമുണ്ട്. അതായത് എഫേസസിൽ വെച്ചാണ് ഇതെഴുതിയത് എന്ന് പറയുന്നത്. അതായത് AD 98 മുതൽ 117 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഇതിലാണ് എഴുതിയതെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യപ്രകാരം ഇത് തെറ്റാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ വിട്ടേക്ക എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോസ്തലൻ ദർശനങ്ങളെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ കർത്താവ് തനിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ തന്നെ നമ്മൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും അത് വ്യക്തമാണ്. അപ്പോസ്തലൻ യോഹന്നാൻ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പുസ്തകം എഴുതിയത് എന്നുള്ളതിന്. ഇനി അടുത്തത്, ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് ആർക്കു വേണ്ടി ആണെന്നുള്ളതാണ്. അതതിൻ്റെ 1-ന്റെ 4, 11, 22, 16 വാക്യങ്ങളിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ആ സഭയ്ക്കാണ് എഴുതിയിരിക്കുന്നത് എന്ന്. 1-ന്റെ 4, 11, 22, 16 സ്ക്രീനിൽ ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇനി വെളിപ്പാട് പുസ്തകത്തിലെ ഭാഷ, അത് 2 വാദഗതികളുണ്ട്. 1 ആശ്ചര്യക ഭാഷ, 2 പ്രതീകാത്മക ഭാഷ. ഒരു കൂട്ടർ പറയുന്നു ആശ്ചര്യക ഭാഷ, അതിലാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്, ആശ്ചര്യക ഭാഷയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ആശ്ചര്യക ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുക. ഏത് ഭാഷയിലാണോ എഴുതിയിരിക്കുന്നത് ആ ഭാഷയിൽ അതിനുള്ള അർത്ഥം എന്താണ്, ആ രീതിയിൽ തന്നെ അത് അതാണ് ആശ്ചര്യക ഭാഷ. ഈ ആശ്ചര്യ ഭാഷയ്ക്ക് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയും. അതായത് ഉദാഹരണം, നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 1000 ആണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യം 1000 ആണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാണ്. അതുപോലെ തന്നെ 42 മാസം, കൃത്യം 42 മാസം എന്ന് മനസ്സിലാക്കണം എന്നാണ് അവർ വാദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, സാത്താനെ ചങ്ങലയ്ക്കിടുന്നത്. അവർ പറയുന്നത് സാത്താനെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച് കെട്ടിയിടുക എന്ന് മനസ്സിലാക്കണം എന്നാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, സാത്താൻ ആത്മാവാണെന്നുള്ള കാര്യം ഓർക്കണം. നമുക്ക് ഇങ്ങനെയാണ് അവരുടെ വാദഗതികൾ. ഇനി മറ്റൊരു വാദമുള്ളത് പ്രതീകാത്മക ഭാഷ. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം, 1000 ആണ്ട്. അപ്പോൾ ഈ 1000 ആണ്ടെന്ന് പറയുന്നത് കൃത്യം 1000 വർഷമല്ല, അതൊരു നീണ്ട കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകാത്മക സംഖ്യയാണ് എന്ന് മനസ്സിലാക്കണം. 1000 ആണ്ട്. ഇനി ചങ്ങലയിടുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തെ തടയുക, നിയന്ത്രണം ഏർപ്പെടുത്തുക,
ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ചങ്ങലക്കിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇനി പ്രതീകാത്മക ഭാഷ ദൈവം ഇന്നത്തെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. അതായത് സങ്കീർത്തനങ്ങൾ 91:4 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഇവിടെ നോക്കണം, ദൈവത്തിൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അപ്പോൾ ദൈവത്തിൻ്റെ തൂവലുകൾ കൊണ്ടെന്നാണോ? അപ്പോൾ തന്നെ അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ചിറകുകളുണ്ടെന്നാണോ? അല്ല. അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കുള്ളത്. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണയാണ് അത് കാണിക്കുന്നത്. മറ്റൊരു വാക്യം കൂടെ ആ സങ്കീർത്തനം തന്നെ 91:13 വാക്യം: സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അങ്ങനെ ഇവിടെ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർ സിംഹത്തിന്മേൽ ചവിട്ടുമെന്നും അണലിമേൽ ചവിട്ടുമെന്നും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും എന്നൊക്കെയാണോ വാസ്തവത്തിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ല, ഒരിക്കലുമല്ല. അത് ശത്രു ജയത്തെയാണ് അവിടെ കാണിക്കുന്നത് വ്യക്തമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ശത്രുക്കൾ ജയമുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഒരു വാക്യം കൂടെ വായിക്കാം. യോവേൽ പ്രവചനത്തിൽ 3-ാം അതിൻ്റെ 18 വാക്യം: അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും. നോക്കണേ, ഇവിടെ എന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. അപ്പോൾ പർവ്വതത്തിൽ നിന്നും പുതുവീഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കുന്നുകളിൽ നിന്നും പാലൊഴുകുകയാണ്. അപ്പം അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അവിടെ തൻ്റെ ജനത്തിന് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്, ഞാൻ വായിക്കും. യെശയ്യാ 22:22: ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. നോക്കണം, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ. ഈ താക്കോല് എന്താ? ഇരുമ്പ് കൊണ്ട് പണിത പൂട്ട് തുറക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല. അതായത് അത് അധികാരത്തെയും ശക്തിയെയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രതീകമാണ് ഇവിടെ താക്കോലെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം വചനങ്ങൾ നമുക്ക് ഈ പ്രതീകാത്മക ഭാഷയ്ക്ക് അല്ലെങ്കിൽ പ്രതീകങ്ങൾക്ക് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാനുണ്ട്. ഇനി പുസ്തക വിഭജനം, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു പുസ്തകത്തിൻ്റെ പഠനത്തിന് ഇത് ഏറ്റവും അനിവാര്യമായ ഘടകമായതിനാൽ ഈ വിഷയം അല്പം വിശദമായി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു. ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു.